കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെയ് മാസ കൃഷിയിൽ പങ്കുവെക്കാനുള്ള കുറച്ച് വിശേഷങ്ങളാണ്. മെയ് മാസത്തിൽ വളർത്താൻ പറ്റിയ ഒന്നാണ് വിവിധ ഇനം ചീരകൾ. മെയ് മാസത്തിലെ കഠിനമായ ചൂടിലും വല്ലപ്പോഴും കിട്ടുന്ന വേനൽ മഴയുടെ സാന്നിധ്യത്തിലും ചീര കൃഷി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നല്ല വിളവ് നമുക്ക് ലഭിക്കും. ഈ സമയത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വിത്തുകളായ ചുവന്ന ചീര വിഭാഗത്തിൽപ്പെട്ട അരുണിമ, അതുപോലെ തന്നെ നല്ല പച്ച നിറമുള്ള മോഹിനി, ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ള രേണുശ്രീ എന്നീ വിത്തുകൾ നടാൻ ശ്രമിക്കണം. ജൈവ വളങ്ങൾക്കാണ് ചീരകൃഷിയിൽ പ്രാധാന്യം നൽകേണ്ടത്. അടിവളമായി ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റോ ചേർക്കാവുന്നതാണ്. അതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ദ്രവ രൂപത്തിലുള്ള കടലപ്പിണ്ണാക്ക് ചാണക സ്ലറി ഒഴിച്ചു കൊടുത്താൽ ഇലകൾ താഴ്ച വളരാൻ സഹായിക്കും. നനച്ചു കൊടുക്കുമ്പോൾ ഇലയിൽ വെള്ളമാവാതെ തളത്തിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. മഴയില്ലാത്തതും എന്നാൽ വല്ലപ്പോഴും ഒരു വേനൽമഴ കിട്ടുന്നതുമായ ഈ സമയത്ത് ചീര നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റും. അത്യാവശ്യ വെള്ളവും വളവും നൽകിയാൽ ചീര സൂപ്പറായി വളർന്നു വരും. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ചീരകളുടെ ഇലയിൽ കാണാറുള്ള ഇലപ്പുള്ളി രോഗവും ഇലകരിച്ചിലും കണ്ടുവരാറുണ്ട്. രോഗസാധ്യത കാണുമ്പോൾ തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് കലക്കി അതിൻ്റെ തെളിയെടുത്ത് ചെടികൾ തെളിച്ചു കൊടുത്താൽ മതി. ഇനി രണ്ടാമതായി മുളക് ചെടി തന്നെയാണ്. മുളക് ഇനത്തിൽ തന്നെ കാന്താരി മുളകും അതുപോലെ ജ്വാലാമുഖിയും നടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം മെയ് മാസമാണ്. മുളകിൻ്റെ വിത്ത് പാകുമ്പോൾ നേരിട്ട് പാകുന്നതിനേക്കാൾ നല്ലത് പ്രോ ട്രൈകളിലോ ചെറിയ കപ്പുകളിലോ വിത്ത് പാകി മുളപ്പിച്ച ശേഷം മാറ്റി നടുന്നതായിരിക്കും നല്ലത്. 5 ഇല പ്രായമാകുമ്പോൾ 60 സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴികളെടുത്ത് അടിവളമായി ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർക്കാനും നടുമ്പോൾ ഈ 2 തൈകൾ ഒരുമിച്ച് നടുന്നതിനും തെറ്റില്ല. മെയ് മാസ ചൂടിൽ ചെടികളുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് പുതയിട്ട് കൊടുക്കാവുന്നതാണ്. തൈകൾ നട്ട് 15 ദിവസം കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക് ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാന്താരി മുളകിന് ഇടയ്ക്കിടയ്ക്ക് തടങ്ങളിൽ അല്പം ചാരം വിതറി കൊടുക്കുന്നത് കായ്ഫലം കൂട്ടാൻ സഹായിക്കും. മുളക് ചെടികളിൽ സാധാരണ കണ്ടുവരാറുള്ള ഇല ചുരുളൽ രോഗം കാണുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുത്താൽ മതി. രോഗം വരുന്നതുവരെ കാത്തു നിൽക്കാതെ ആഴ്ച തോറും തളിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. മുളക് ചെടികൾ പൂവിടുന്ന സമയത്ത് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്യുന്നത് പൂക്കൾ കൊഴിയുന്നത് തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ മെയ് മാസ കൃഷിയിൽ വെണ്ട കൂടി ഉൾപ്പെടുത്തിയാൽ വേനൽ മഴയുടെ ആനുകൂല്യം ലഭിക്കാൻ സഹായിക്കും. വെണ്ട നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി മുമ്പ് ഞാൻ കൃഷി മാസ്റ്ററിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ഓടിച്ചു പറയാം. ഇപ്പോൾ അതിന് നല്ല ഇനങ്ങളായ നല്ല നീളമുള്ള കായ്കൾ ലഭിക്കുന്ന ആനക്കൊമ്പൻ വെണ്ട, ഇളം പച്ച നിറത്തിലുള്ള സൽകീർത്തി, മഞ്ഞളിപ്പ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അർക്കാനാമിക, ഇവയൊക്കെ മെയ് മാസ കൃഷിയിൽ കൂടുതൽ വിള ലഭിക്കുന്ന ഇനങ്ങളാണ്. വിത്തുകൾ പാകുന്നതിന് മുമ്പ് വിത്തുകൾ സ്യൂഡോമോണസ് ലായനിയിൽ 6 മണിക്കൂർ നേരം കുതിർത്തി വെക്കുന്നത് വേഗത്തിൽ മുളക്കാനും രോഗങ്ങളെ തടയാനും സഹായിക്കും. തൈകൾ മാറ്റി നടുമ്പോൾ ഗ്രോ ബാഗിലും ചട്ടിയിലും ചാക്കിലും ഒക്കെയാണ് നടുന്നതെങ്കിൽ ഓരോ തൈ വീതം നടുന്നതാണ് നല്ലത്. തൈകൾ മാറ്റി നടുമ്പോൾ അടിവളമായി എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർക്കണം. മണ്ണിൽ നിന്നുള്ള നിമവിരകളെ അകറ്റാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലകൾ ചേർക്കുന്നത് വെണ്ട കൃഷിയിൽ വളരെ ഫലപ്രദമാണ്. ചെടി വളരുന്നതിനനുസരിച്ച് 2 ആഴ്ച കൂടുമ്പോൾ കടലപ്പിണ്ണാക്കും ചാണക ലായനിയും നൽകാവുന്നതാണ്. ഇനി അടുത്തതായി മെയ് മാസ കൃഷിയിൽ മികച്ച വിള ലഭിക്കുന്ന മറ്റൊരു ഇനമാണ് തക്കാളി. മെയ് മാസത്തിലെ വേനൽ മഴയുടെ ലഭ്യത തക്കാളി കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. എന്നാൽ കഠിനമായ വെയിലും ഇടക്ക് മഴയും മാറി മാറി വരുന്നത് തക്കാളി ചെടിയെ ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. തക്കാളിയിൽ കാണാറുള്ള വാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അനക, വെള്ളായനി, വിജയ എന്നിവയും കീടങ്ങളെയും രോഗങ്ങളെയും ഒരുപോലെ പ്രതിരോധിക്കുന്ന അർക്ക, രക്ഷക് എന്നീ വിത്തുകൾ എന്നിവയും നടാൻ ശ്രമിക്കേണ്ടതുണ്ട്. വിത്തുകൾ നേരിട്ട് നടുന്നതിനേക്കാൾ നല്ലത് പ്ലോട്ടറുകളിലും കപ്പുകളിലുമൊക്കെയായി തൈകൾ മുളപ്പിച്ച് 20-30 ദിവസമാകുമ്പോൾ മാറ്റി നടുന്നതാണ് നല്ലത്. മാറ്റി നടുമ്പോൾ സ്യൂഡോമോണസ് ലായനിയിൽ വേരുകൾ 20 മിനിറ്റ് മുക്കി വെച്ചാൽ വാട്ടരോഗത്തെ ചെറുക്കാൻ കഴിയും. തൈകൾ നടുമ്പോൾ ചാണകപ്പൊടി, ചകിരിച്ചോറ്, അല്പം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കണം. ഒരു തടത്തിൽ 1 തൈ മാത്രം നടുന്നതായിരിക്കും നല്ലത്. തടം അല്പം ഉയർത്തി വെള്ളം കെട്ടി നിൽക്കാത്ത വിധം അല്പം ഉയർത്തി നിർത്തുന്നതാണ് തക്കാളി കൃഷിക്ക് നല്ലത്. തക്കാളി വളരുന്നതിനനുസരിച്ച് വീഴാതിരിക്കാൻ കമ്പുകൾ കുത്തി കൊടുക്കണം.
2 ആഴ്ചയിലൊരിക്കൽ ജൈവസ്ലറി നൽകുന്നത് നല്ലതാണ്. അതോടൊപ്പം ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണസ് ലായനി തടത്തിലൊഴിക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്യാം. ഇനി മെയ് മാസ കൃഷിയിൽ അനുയോജ്യമായ മറ്റൊന്നാണ് പയർ. വള്ളിപ്പയറും കുറ്റിപ്പയറും ഈ സമയത്ത് ഒരേപോലെ കൃഷി ചെയ്യാവുന്നതാണ്. ലോല, വൈജയന്തി, ശാരിക ഇവയൊക്കെ വള്ളിപ്പയർ ഇനങ്ങളാണ്. ഭാഗ്യലക്ഷ്മി, അനശ്വര, കനകമണി എന്നിവയ്ക്ക് പന്തലിൻ്റെ ആവശ്യം പോലും വരാറില്ല. വിത്തുകൾ നടുന്നതിന് മുമ്പായിട്ട് 6 മണിക്കൂർ നേരം സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചാൽ വേഗത്തിൽ മുളക്കാനും വേര് തീയൽ തടയാനും സഹായിക്കും. ഉണങ്ങിയ ചാണകപ്പൊടിയും അല്പം കുമ്മായവും ചേർത്ത് മണ്ണ് തയ്യാറാക്കണം. വള്ളി വീശി തുടങ്ങുമ്പോൾ കടലപ്പിണ്ണാക്ക് കുടിപ്പിച്ച് അല്ലെങ്കിൽ ഗോമൂത്രം 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പയർ ചെടിയിലെ പ്രധാന കീടങ്ങളായ ചാഴി, കായ്തുരപ്പൻ എന്നീ കീടങ്ങളെ അകറ്റാൻ വേപ്പെണ്ണ, വെളുത്തുള്ളി ലായനി ആഴ്ചയിലൊരിക്കൽ തെളിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലപ്പേൻ ശല്യത്തിന് കഞ്ഞിവെള്ളം തളിക്കുന്നത് നല്ലതാണ്. ഇനി ഈ പറഞ്ഞതിൽ ഏത് വിളയാണ് നിങ്ങൾ മെയ് മാസം കൃഷി ചെയ്യാൻ പോകുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. നിങ്ങളുടെ കൃഷി വിശേഷങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു കൃഷി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.